ആരാധിക്കുന്നു ഞങ്ങൾ, അങ്ങേ ആഗ്രഹിക്കുന്നു ഞങ്ങൾ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ, അങ്ങേ ആഗ്രഹിക്കുന്നു ഞങ്ങൾ. യാഹേ യാഹേ നീ എൻ ദൈവം എന്നുമേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ, അങ്ങേ ആഗ്രഹിക്കുന്നു ഞങ്ങൾ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ, അങ്ങേ ആഗ്രഹിക്കുന്നു ഞങ്ങൾ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്ന വചനം 24-ാം സങ്കീർത്തനത്തിലെ 6-ാമത്തെ വാക്യമാണ്. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ, യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. ആമേൻ. ഒരു ഗ്രൂപ്പിനെ വിരൽ ചൂണ്ടി പരിചയപ്പെടുത്തുകയാണ്, ഇവരാണ് ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറ. യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. അപ്പം ആ വചനം ശ്രദ്ധിച്ചേ, ദൈവത്തിന് ഓരോ കാലഘട്ടത്തിലും ഒരു തലമുറയുണ്ട്. ആ തലമുറയുടെ പ്രത്യേകതകൾ തൊട്ടു മുമ്പിൽ പറയുകയാണ്. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, യഹോവയുടെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവർ, വ്യാജത്തിന് മനസ്സുവെക്കാതെ കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവർ, അവർ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. അപ്പം ഉയരത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ എങ്ങനെ നിൽക്കാൻ പറ്റും, ദൈവത്തിൻ്റെ സ്ഥലത്ത് എങ്ങനെ തുടരാൻ പറ്റും, അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ജീവിതത്തിൻ്റെ കുറവുകളെ കണ്ടുപിടിച്ച് ആ കുറവുകളെ പരിഹരിക്കുന്നവരെ നോക്കി പറയുകയാണ്, ഇതാണ് ദൈവത്തിൻ്റെ തലമുറ. അതിൻ്റെ തൊട്ടു മുമ്പ് ഒരു വാക്കുണ്ട്, അവർ യഹോവയുടെ അനുഗ്രഹവും ആമേൻ ദൈവത്തിൻ്റെ നീതിയും പ്രാപിക്കും. സ്തോത്രം. അപ്പം ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ, ദൈവത്തോടു കൂടെ ജീവിക്കുവാൻ തുടരുന്നവൻ കൊതിക്കുന്നവർ മാത്രമേ വിശുദ്ധീകരിക്കപ്പെടുന്നുള്ളൂ. അവർ മാത്രമേ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുള്ളൂ. അവർ മാത്രമേ ദൈവത്തിൻ്റെ റൈച്ചസ്നെസ് പ്രാപിക്കുന്നുള്ളൂ, നീതി പ്രാപിക്കുന്നുള്ളൂ. അവരെ നോക്കി പറയും, ഇതാണ് എൻ്റെ തലമുറ. അവർ ദൈവത്തിന്റെ കരമല്ല നോക്കുന്നത്, ദൈവത്തിന്റെ മുഖമാണ് നോക്കുന്നത്. ദൈവത്തിന് അവന്റെ കരത്തെ നോക്കുന്ന ഒരു തലമുറയ്ക്കാൾ ഇഷ്ടം അവന്റെ മുഖത്തെ നോക്കുന്ന ഒരു തലമുറയാണ്. ദൈവം എന്ത് തരും അതല്ല, യേശുവേ നിന്റെ രൂപമേ, എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം. യേശുവിൻ്റെ സൗന്ദര്യം കണ്ട് ആനന്ദിക്കുന്ന അവരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവം നിങ്ങളെയും അങ്ങനെ ആക്കാൻ ആഗ്രഹിക്കുന്നു. ഈ തലമുറയിലെ ദൈവത്തിൻ്റെ തലമുറയാകാൻ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവരാക്കാൻ, ദൈവം ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിയാക്കാൻ യെസ് ദൈവം ആഗ്രഹിക്കുന്നു. ഉറപ്പായിട്ടും ഒത്തിരി പ്രശ്നങ്ങളും ദുഃഖങ്ങളൊക്കെ നിറഞ്ഞ ഈ ജീവിതയാത്രയിൽ ചെറിയ ജീവിതമല്ലേ, യേശുവയെ നോക്കി നിത്യജീവിതത്തിന് വേണ്ടി ഒരുങ്ങാനും ഉയരത്തിലെ ചിന്തകളാലും വിശുദ്ധീകരണത്താലും ദൈവത്തിൻ്റെ രക്ഷയും നീതിയും പ്രാപിച്ച് ഈ തലമുറയിൽ ദൈവത്തിൻ്റെ അടയാളങ്ങളായി, ഈ തലമുറയിലെ ദൈവത്തിൻ്റെ സാക്ഷികളായി നിൽപ്പാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് അങ്ങ് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയെ അന്വേഷിക്കുന്ന ഒരു തലമുറയാക്കി ഞങ്ങളെ മാറ്റണമേ. കർത്താവെ, അങ്ങയോടുള്ള ആഗ്രഹവും വാഞ്ചയും ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. യേശുവെ, അങ്ങയുടെ കർത്താവെ കരുത്തെ അല്ല കർത്താവെ, അങ്ങയുടെ മുഖത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറയെ ഈ കാലഘട്ടത്തിൽ അങ്ങ് എഴുന്നേൽപ്പിക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. യേശുവെ കർത്താവെ,
അങ്ങയെ ആശ്രയിച്ച് കർത്താവെ അങ്ങയുടെ സൗന്ദര്യത്തിൽ കർത്താവെ സന്തോഷിച്ച് കർത്താവെ കർത്താവ് വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് അങ്ങ് ഞങ്ങളെ നയിക്കുന്നതിന് നന്ദി പറയും. ഈ വചനം കേട്ട ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവത്തെ അന്വേഷിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വാക്കോട്ടുണ്ട്, വാതിലുകളെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന് രാജാവ് പ്രവേശിക്കട്ടെ. ആമേൻ. കാത്തിരിക്കുന്നവരെ ചേർപ്പാൻ മഹത്വത്തിന് രാജാവ് വരാൻ പോവുകയാണ്. ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി വേദനയുടെ നടുവിലൊക്കെ കർത്താവിൻ്റെ ചിന്തകളാൽ നിങ്ങളുടെ ഉള്ളം നിറയട്ടെ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ ഇന്ന് ബ്ലസ് ചെയ്ത് അയക്കുകയാണ്. ദൈവത്തെങ്കിലേക്ക് തിരിയുന്നൊരു ഹൃദയം, മനസ്സ് പ്രിയപ്പെട്ടവർക്ക് നീ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ തലമുറയാകാൻ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ തലമുറയിൽ എൻ്റെ മക്കളാണിത് എന്ന് ദൈവം അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ നീ ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ദിവസം ഇവർ പോകുന്ന വഴിയിലും ചെയ്യുന്ന കാര്യങ്ങളിലുമെല്ലാം ഒരു എക്സലൻ്റായ കാര്യം വെളിപ്പെടട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഈ ദിവസം നിങ്ങൾക്ക് ശുഭവും സന്തോഷമായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.